അമ്മേ, അച്ഛാ, എന്തോ ഞാൻ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞല്ലേ എന്റെ സ്കൂളിലോട്ട് വരരുതെന്ന്. എന്താ അമ്മ, ഞാൻ അച്ഛനടുത്ത് പറഞ്ഞല്ലേ എന്റെ സ്കൂളിലോട്ട് വരരുതെന്ന്. എന്താ അച്ഛൻ സ്കൂൾക്ക് വന്നാല് എനിക്ക് നാണക്കേടാ. അയ്യോടി നിനക്ക് എപ്പം മുതലായിട്ട് നാണക്കേടായിരുന്നു നിന്റെ അച്ഛൻ? എനിക്ക് ഇഷ്ടല്ല. എന്തുകൊണ്ട്? അവരൊക്കെ എന്ത് നല്ല വൃത്തിയിലാ വരുന്നതെന്ന് അറിയോ? അച്ഛൻ എന്താ കുഴപ്പം? നിങ്ങൾ ഡ്രസ് ഒന്നിട്ടുണ്ടായിരുന്നില്ലേ? എനിക്ക് ഇഷ്ടല്ല നിങ്ങളൊന്നും വരുന്ന സ്കൂളിലോട്ട്. എന്താ കുഞ്ഞാ പക്ഷെ ഫീസ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലേ എന്റെ സ്കൂളിലോട്ട് വരരുതെന്ന്. കുട്ടിയല്ലേ പറഞ്ഞത് ഫീസ് എനിക്കിത് നാണക്കേടാന്നറിയോ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ കണ്ട് എന്നെ കളിയാക്കാൻ തുടങ്ങിപ്പോ. എന്തും ഞാൻ എങ്ങനെ സ്കൂളിലോട്ട് എന്തും പറഞ്ഞിട്ടാ നിന്നെ നാണം കെടുത്തിയത്? പറ, എന്തും പറഞ്ഞിട്ടാ നിന്നെ നാണം കെടുത്തിയതന്നെ? എനിക്ക് ഇഷ്ടല്ല ഈ വൃത്തിയില്ലാത്ത കൊല്ലം കാണിക്കുന്നേ. നിന്റെ അച്ഛനാന്ന് പറയാൻ നിനക്ക് നാണക്കേടാണ്? ആ, നാണക്കേടാ. എന്നാ നീ ഇറങ്ങിക്കോ. ഞങ്ങൾക്ക് അത്ര കഷ്ടപ്പെട്ട് നിന്നെ വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇറങ്ങിക്കടി. എനിക്ക് ഇഷ്ടല്ല നാണക്കേടാണ് പോലും. കൊഞ്ചിക്ക് നല്ലോണം കൊഞ്ചിച്ച് പുന്നാരി തല കയറ്റി വെക്ക്. പെണ്ണിനെ വായിൽ പൊട്ട കേട്ടില്ലേ? മോളെ എനിക്ക് ഇഷ്ടല്ല നിങ്ങളോട്. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എന്താ നീ ഇങ്ങനെയൊക്കെ പറയണത്? നിന്റെ സ്വന്തം അച്ഛനാണത്. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? നിത്യ, നീ ഇത് എന്തൊക്കെയാ പറഞ്ഞത്? വല്ല ബോധമുണ്ടോ നിനക്ക്? ഇത് നിന്റെ സ്വന്തം അച്ഛനോ? നിനക്ക് അമ്മ, എനിക്ക് അച്ഛനെ ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നല്ല. എനിക്ക് സ്കൂളിൽ വരുമ്പോ നാണക്കേടാ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങിയപ്പോ. നിനക്ക് എന്താടി വല്ല ബാധയും കയറിയോ? ഇവിടുന്ന് രാവിലെ പോയ പാടില്ലല്ലോ നീ. എനിക്ക് നാണക്കേടോണ്ട് സഹിക്കാൻ വയ്യ ഇപ്പൊ. അയ്യോടാ, സ്വന്തം അച്ഛനെ കൂട്ടുകാർ കാണുമ്പോ നിനക്ക് എന്താ തടിച്ച് നാണക്കുള്ളത്? ഈ കളറാണ് അതിന്റെ പ്രശ്നം. അതെ, എന്നാലേ ഈ കളറുള്ള ആളെ കൊണ്ടുവന്നിട്ട് നീ 3 നേരം ഉരുട്ടി ഒഴുങ്ങണത് അതെനിക്കറിയില്ലേ? ഇതേ മോളെ, കൂട്ടുകാർ പറയാൻ പലതും ഉണ്ടാവും. പക്ഷെ വീട്ടിൽ വന്നിട്ട് മധുര വർത്താനം പറയാൻ നിൽക്കരുതട്ടോ. അപ്പൊ എന്നെ കളിയാക്കുന്നതോ? കളിയാക്കുമ്പോ നല്ല ധൈര്യത്തോടെ പറഞ്ഞടി, അതാണ് എന്റെ അച്ഛന്ന്, അതാ മോള്. നീ എന്താടി വിചാരിച്ചത്? നീ ഇവിടെ വന്ന് ഇവിടെ അയ്യപ്പോളെ കറന്ന് ഞങ്ങളൊക്കെ പേടിക്കുമെന്നോ? നിനക്ക് ഇതാണ് ഞങ്ങൾ പറഞ്ഞത്? എന്താ നിന്റെ പ്രശ്നം? രാവിലെ നീ ഇങ്ങനെ ഇവിടുന്ന് പോയത് എന്തുണ്ടായത്? നീ ആദ്യം സമാധാനത്തോടെ പറ. മതി അവളെ ചീത്ത പറഞ്ഞു. മോള് പോയി കുളിക്കും. നിത്യ, അച്ഛൻ കരയിലും നീ കണ്ടില്ലേ? അമ്മ, എനിക്ക് അച്ഛനെ ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നല്ലല്ലോ. പിന്നെ എന്താ പ്രശ്നം? പിന്നെ എന്തിനാ നീ ഒക്കെ എന്നെ കളിയാക്കുക? എന്തും പറഞ്ഞു നിന്റെ അച്ഛൻ കറുത്താണെന്ന് പറഞ്ഞിട്ടോ? അതെ. അപ്പൊ നീ പറയേണ്ടതല്ലേ മോളെ? നിന്റെ അച്ഛനാണത്, നിനക്ക് ജന്മം തന്ന മനുഷ്യനാണത്. എന്താ പ്രശ്നം? നിന്നെ പൊന്നുപോലെ നോക്കണില്ലേ? നിനക്ക് എന്തെങ്കിലും ഒരു കുറവ് ഞങ്ങളിവിടെ വരുത്തിയിട്ടുണ്ടോ? നീ അവരുടെയൊക്കെ കൂടെയാ ഈ കറുത്ത മനുഷ്യൻ നോക്കിയിട്ട് നീ അവരുടെയൊക്കെ കൂടെ തന്നെയാ സ്കൂളിലും കോളേജിലൊക്കെ പോകാൻ പോണത്. അതിനെന്താ പ്രശ്നം? പിന്നെ നിന്റെ ഈ കൂട്ടുകാരെന്ന് പറയുന്ന ആൾക്കാരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവന്മാരെ കൂടെയാണല്ലോ നീ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നത്. എന്റെ ഫ്രണ്ട്സ് നമ്പർ എടുത്ത് പറഞ്ഞല്ലെന്ന്. ശരി, നീ പറഞ്ഞത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തല്ലോ. അത് ഞങ്ങളുടെ മോളോടുള്ള വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും കൂടിയാ. ഞങ്ങൾക്ക് മാത്രമല്ല സ്നേഹം ഉത്തരവാദിത്വം, മക്കൾക്കും സ്നേഹം ഉത്തരവാദിത്വം ഉണ്ട്. ഞങ്ങളിവിടെ രണ്ടുപേരും നിന്നെ എന്തോരം നോക്കുന്നുണ്ട്, എന്തോരം സ്നേഹിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് പഠിക്കുകയും അതിനനുസരിച്ച് ജോലിയൊക്കെ നേടി ഞങ്ങളെ സന്തോഷിപ്പിക്കില്ലേ നീ വേണ്ടത്? അതിന് പകരം നീ അച്ഛനെ കുത്ത? ഇതാണോ നിനക്ക് സ്കൂളിൽ പഠിപ്പിച്ചത്? ഇതാണോ നിനക്ക് ഞാൻ പഠിപ്പിച്ചത്? പിന്നെ നിന്റെ കൂട്ടുകാര്, അവന്മാരെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അവന്മാരിനി ചെയ്യാത്ത ഒരു പരിപാടിയും ഇല്ല. ഞങ്ങൾ ഇതിനോട് പറയണമെന്ന് കരുതിയിരിക്കുക. നിന്റെ കൂട്ടുകാരുണ്ടല്ലോ ഈ നാട്ടിലെ ഏറ്റവും വലിയ റൗഡികളാ. അമ്മ ഉണ്ടോ? അത് അമ്മ കണ്ടു, അച്ഛനും കണ്ടു. എന്താ ഞങ്ങൾ പറഞ്ഞ നിനക്ക് വിശ്വാസാവില്ലേ? എവിടേക്ക് ചെല്ലണേ? 2-3 കൊല്ലം ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചില്ലേ? അപ്പൊ തൊട്ട് തുടങ്ങിയ നാവായത്. എന്ത് കുട്ടി? +2 പഠിക്കുന്നത്. അത്യാവശ്യം വിവേകമൊക്കെ ഉണ്ട്. ആര് എങ്ങനെ എന്തിന് പറയണേ എന്നൊക്കെ ചിന്തിക്കാനുള്ള ബോധം ഇവൾക്കായി. നമ്മളെന്തിനും പറയുമ്പോൾ മാത്രമേ ഇവൾക്ക് ശല്യമുള്ളൂ. ഇവിടെ കൂട്ടുകാരന്മാരെ കിടന്ന് അഴിഞ്ഞാടുമ്പോൾ ഒരു പ്രശ്നമില്ല. നിത്യ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിനക്ക് നല്ല രീതിയിലും പറഞ്ഞു, നിന്നെ ഞാൻ ചൂടായിട്ട് പറഞ്ഞു. നീ ഇമാതിരി എന്തെങ്കിലും ഡയലോഗ് ഇനി ഇവിടെ വന്ന് പറഞ്ഞോ, അന്ന് നീ വീടിന് പുറത്താ. എനിക്ക് ഇങ്ങനെ ഒരു മോളില്ലാന്ന് ഞാൻ വിചാരിക്കും. നീ എന്താടി പറഞ്ഞത്? ഇങ്ങനെ കറുത്താണെന്നോ? ഇങ്ങനെ എന്റെ കെട്ടിയോനാ. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഈ മനുഷ്യന്റെ കൂടെയാ കഴിയണത്. അതിലുണ്ടായതാ നീ. കേട്ടാ? നിന്നെ പൊന്നു പോലെ നോക്കുന്നുണ്ട് എണ്ണി. അതിലും വലുതൊന്നും ഇവിടെ ഒന്നുമില്ല. ഈ മനുഷ്യന്റെ അന്നം തന്നിട്ടാണോ നീ പുറത്താണ് പറഞ്ഞു നിൽക്കുന്നത്? നാട്ടുകാർ പലതും പറഞ്ഞോട്ടെടി, പലതും പറഞ്ഞോട്ടെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബാണ്, അങ്ങനെയാണ്, ഇങ്ങനെ എന്തും പറഞ്ഞോട്ടെ. സ്വന്തം ചോരയെ നീ കൂടി തുടങ്ങിയോ?
മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഇപ്പോ നീ കാണുന്ന സിനിമയോ സീരിയലോ ഒന്നും അല്ല ജീവിതം. ജീവിതത്തിൽ അച്ഛനോടും അമ്മയോടും പറയേണ്ട കാര്യങ്ങളുണ്ട്, പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതിൽ നീ ഇപ്പൊ ചെയ്തത് പറയാൻ പാടില്ലാത്ത കാര്യം. എനിക്കില്ലാത്ത വേദനയൊന്നും നിനക്ക് വേണ്ട, എനിക്കില്ലാത്ത വ്യസനം അതും നിനക്ക് വേണ്ട. ഇനി മേല ഈ മനുഷ്യനെ കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അച്ഛ സാറില്ല മോള് പോയി. അച്ഛ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഫ്രണ്ട്സ് എല്ലാരും എന്നെ കളിയാക്കിയപ്പോ ആ വിഷമത്തിൽ വന്ന് പറഞ്ഞത് അച്ഛനോട്. സാറില്ല കേട്ടോ, അമ്മയ്ക്ക് വിഷമായപ്പോ പറഞ്ഞതായിരിക്കും. ഞങ്ങൾക്ക് ഈ മാത്രല്ലേ ഉള്ളൂ. കേട്ടാ ഈ സാറില്ല. ബാഗൊന്നും ഇങ്ങനെ വലിച്ചെറിയരുതിട്ടാ. നല്ല കുട്ടിയാണ്. വാ.